Ladies and gentlemen, welcome to Shamsi for Tech. ഇന്ന് വീണ്ടും ടെക് ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഗായ്സ്, അതിൻ്റെ മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറച്ച് ആൾക്കാരുണ്ട്, പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ വീഡിയോസ് ഫുള്ളായിട്ട് കാണുക, പിന്നെ ലൈക്ക് അടിക്കുക, പിന്നെ കമൻറ്റ് അടിക്കുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോ അധികം ഞാൻ പറയാൻ ദീർഘിപ്പിക്കുന്നില്ല ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വെൽക്കം ടു ഷംസി ഫോർ ടെക്. ലെറ്റ്സ് റോൾ. ഹലോ ഗായ്സ്, ആദ്യത്തെ ടെക് ന്യൂസിലേക്ക് അടുക്കല. ആദ്യത്തെ ടെക് ന്യൂസ് പറയാൻ പോകുന്നത് നമ്മുടെ റിയൽമി 16T ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോവാണ്. മെയ് 22 ലോഞ്ചിങ്. ഇതൊരു ഡിമെൻസിറ്റിൻ്റെ 6300 എന്ന് പറയുന്ന ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. 6.8 ഇഞ്ചിൻ്റെ AMOLED സ്ക്രീൻ, 120 Hz റിഫ്രഷ് റേറ്റ്, UFS 2.2 LPDDR4X RAM വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. ഏറ്റവും വലിയൊരു പ്രത്യേകതയും കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ബൈപ്പാസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതും 45 വാട്ട്സ് ചാർജർ ബോക്സിൻ്റെ ഉള്ളിലുണ്ടാവും. പിന്നെ സ്ക്രീൻ പ്രൊട്ടക്ടർ, കവർ ഒക്കെ അതിൻ്റെ ഉള്ളിലുണ്ടാവും. ഒരു സംശയം വേണ്ട, 22 ലോഞ്ചിങ്. പിന്നെ അത് 120 Hz റിഫ്രഷ് റേറ്റ് വെച്ചിട്ടാണ് ഈ ഒരു ഫോണ് ഇറങ്ങാൻ പോകുന്നത്. ഡിസൈനും കാര്യങ്ങളും അവരുടെ സക്സസർ ജനറേഷനായ റിയൽമിയുടെ 16 പ്രോവും പ്രോ മാക്സിൻ്റെയും വേരിയൻറ്റിൻ്റെ ഡിസൈനാണ് ഇതിൽ ഇറങ്ങാൻ പോകുന്നത്. റിയൽമി 16Tനും സെയിം ഡിസൈനാണ് വരാൻ പോകുന്നത്. റെൻഡർ ചെയ്യാൻ ഇതിലിടുന്നുണ്ട്, പോയിട്ട് കാണാം. താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ ഒരു ഫോണ് ഓപ്റ്റ് ചെയ്യാവുന്നതാണ് എന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ളത്. RCSൻ്റെ ഒരു പുതിയൊരു മെസ്സേജ് ഉണ്ട്. RCS എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് മെസ്സേജസ് ആണ്. അതിൽ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്ന് പറയണ ആ ഒരു ഫീച്ചർ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അത് ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ സമ്മതമല്ലാണ്ട് അവർക്ക് ഡാറ്റാബേസ് RCSന് എടുക്കാൻ പറ്റില്ല. RCS യൂസ് ചെയ്യുന്നത് ഗൂഗിൾ മുഖേനയാണ് RCS ചെയ്യുന്നത്. നമുക്ക് വീഡിയോസ്, ടെക്സ്റ്റ് മെസ്സേജസും കാര്യങ്ങളൊക്കെ നമുക്ക് അയക്കാം. ലാർജ് ഫയൽസ് ഒക്കെ നമുക്ക് RCS മെസ്സേജസിൽ കൂടെ അയക്കാം. മുന്നേ RCS മെസ്സേജസ് ആൻഡ്രോയിഡിൽ മാത്രമേ വർക്ക് ചെയ്തിരുന്നു ഉള്ള കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പക്ഷേ ഇപ്രാവശ്യത്തെ അപ്ഡേറ്റിൽ ആൻഡ്രോയിഡിലും ഐഫോണിലും ഒരേ സമയത്ത് തന്നെ നമുക്ക് ലൈവായിട്ട് മെസ്സേജ് ചെയ്യാൻ പറ്റും എന്നുള്ള അപ്ഡേറ്റാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? ഒന്ന് കമൻറ്റ് ചെയ്യാം. അടുത്തത് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് അടുക്കാം. IDCയുടെ ഒരു പുതിയൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. IDC എന്ന് പറയുന്നത് അവരൊരു കമ്പനിയാണ്. അവർ കുറേ കാര്യങ്ങളൊക്കെ അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഏറ്റവും കൂടുതൽ ഷിപ്മെൻറ്റ് കാര്യങ്ങൾ ഒക്കെ ചെയ്ത മൊബൈൽ ഇൻഡസ്ട്രികളിൽ ഇപ്പം നിലവിൽ ഏറ്റവും കൂടുതൽ ഷിപ്മെൻറ്റ് നടത്തിയ ഫോണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവോ തന്നെയാണ് മുന്നിൽ. രണ്ടാമത് സാംസങ്, മൂന്നാമത് ആപ്പിള്, പിന്നെ ഓപ്പോ, പിന്നെ മോട്ടറോള, പിന്നെ ബാക്കിയുള്ള ലിസ്റ്റുകളൊക്കെ ഞാൻ ഇവിടെ ഇടാം. അപ്പോൾ ഇത് Q1 നടന്ന ഒരു റിപ്പോർട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണത്. അതായത് Q1, അതായത് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള ഷിപ്മെൻറ്റിൽ ഇപ്പം നിലവിൽ 1ാം സ്ഥാനമുള്ളത് വിവോക്ക് തന്നെയാണ്. ബാക്കിയുള്ള പറഞ്ഞ എല്ലാ ലിസ്റ്റുകളും നിങ്ങളിതിൽ കാണാം, അറിവുകൾ നേടി വെക്കുക എന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. അടുത്ത അപ്ഡേറ്റ് പറയാനുള്ളത് നമ്മുടെ സാംസങ്ങിൻ്റെ ലൈവ് ഈവൻറ്റ് ജൂലൈ 22 നടക്കാൻ പോകുന്നുണ്ട്. ലൈവ് ഈവൻറ്റിൽ കുറച്ച് ഫോണുകൾ വരുന്നുണ്ട്. അതായത് Z Fold 8, Z Flip 8, അതേപോലെ സീരീസ് 9, വാച്ച് 9 സീരീസ് വരുന്നുണ്ട്. പിന്നെ അതേപോലെ AI-ൻ്റെ കണ്ണാടിയും ജൂലൈ 22 വരാൻ പോകുന്നുണ്ട് എന്നാണ് പറയണത്. പിന്നെ ഒരു അടുത്തൊരു അപ്ഡേറ്റ് കൂടെ പറയാനുണ്ട്. അതായത് ഗൂഗിളിൻ്റെ ജെമിനി ഇൻ്റലിജൻസ് ആൻഡ്രോയിഡ് 17ൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ വരാൻ പോകുന്നുണ്ടെന്നാണ് പറയണത്. അപ്പോൾ ഓൾറെഡി ഗൂഗിൾ പിക്സലിൽ അതിന് ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പം നടന്നിട്ടുണ്ട്. കാരണം എൻ്റെ കയ്യിൽ ഗൂഗിൾ പിക്സൽ ഫോൺസ് ഇല്ലാത്തതുകൊണ്ട് എനിക്കത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഓൾറെഡി അതിൻ്റെ ഡെമോയും കാര്യങ്ങളൊക്കെ കാണിച്ച് തന്നിട്ടുണ്ട്. പക്ഷേ രണ്ടാമത് വരാൻ പോകുന്നത് സാംസങ്ങിൻ്റെ ഫോണുകളിലായിരിക്കും ഗൂഗിളിൻ്റെ ജെമിനി ഇൻ്റലിജൻസ് സപ്പോർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ബാക്കിയുള്ള ഫോണുകളിലും ഈ ഗൂഗിൾ ജെമിനി ഇൻ്റലിജൻസും അപ്ഡേറ്റ് കിട്ടും. അത് പോരാണ്ട് ആൻഡ്രോയിഡ് 17 ഈ ഒരു അപ്ഡേറ്റ് വരാം. ഗൂഗിൾ ജെമിനി ഇൻ്റലിജൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏജൻ്റാണ്. നമ്മുടെ ഏജൻറ്റ് മുഖേനയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. നമുക്ക് എങ്ങനെയാണ് മെസ്സേജ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് മെസ്സേജ് ടൈപ്പ് ചെയ്യേണ്ടത്, എങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത്. അത് പോരാണ്ട് ഇനി നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ മാനുവലായിട്ടാണ് ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിൻ്റെ പകരം നിങ്ങൾ ആ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ അവിടെ പോവുക,
നിങ്ങൾ ജെമിനി ഇൻ്റലിജൻസിനോട് പറയാം ഇന്ന ദിവസം ഇന്ന മാസം ഇന്ന വർഷം നിങ്ങൾ വോയിസ് കമാൻഡിൽ ജസ്റ്റ് പറഞ്ഞു കൊടുത്താൽ മതി, ബാക്കി AI ആയിരിക്കും കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഇത് തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു നിഗമനം വെച്ചിട്ട് ഇത് ചിലപ്പോൾ Z Fold 8 സീരീസുകളിൽ ഇത് വരാൻ സാധ്യതയുണ്ട്. അത് പോരാണ്ട് S26 Ultra സീരീസുകളിലും S25 സീരീസുകളിലും S24 സീരീസുകളിലും S23 സീരീസുകളിലും ഈ ഒരു അപ്ഡേറ്റ് വരും. അതിനുശേഷമാണ് പിന്നെ ബാക്കിയുള്ള ഫോണുകൾക്ക് അപ്ഡേറ്റ് വരും. അതിൽ ഹോണർ ഉൾപ്പെടും, വിവോ ഉൾപ്പെടും, ഓപ്പോ ഉൾപ്പെടും, പിന്നെ റിയൽമി ഉൾപ്പെടും, OnePlus ഉൾപ്പെടും, പിന്നെ നത്തിങ് ഉൾപ്പെടും. ആൻഡ്രോയിഡ് 17 അപ്ഡേറ്റ് ചെയ്യുന്ന ഫോണുകൾ ഏതൊക്കെ ഉണ്ടോ അതിലൊക്കെ ഇത് വർക്ക് ചെയ്യും. ഈ ഗൂഗിൾ ജെമിനി ഇൻ്റലിജൻസും മോട്ടറോള അടക്കം വരെ ഉൾപ്പെടും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ ഫോർ ദിസ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പക്കമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഞാൻ വെയിറ്റ് ചെയ്യണം ആൻഡ്രോയിഡ് 17. എൻ്റെ നത്തിങ് 2A ആ ഒരു അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ കാണിക്കുന്നതാണ് നിങ്ങളെ മുന്നിൽ. പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, അതും സാംസങ്ങിനാണ് അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. അതായത് സാംസങ്ങിൻ്റെ ട്രൈഫോൾഡ് സീരീസ് ഫോണുകൾക്ക് ഇനി വരാൻ പോകുന്ന പുതിയ ഫോണുകളിൽ അവർ S Pen ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ട് കൊണ്ടുവരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നല്ലൊരു കാര്യം, S Pen വേണം, അത് നിർബന്ധമായിട്ടും വേണം. പക്ഷേ S Pen ഫീച്ചറുകൾ അടക്കം ഇതിൽ വരണം. ഏതിൽ? ട്രൈഫോൾഡ് സീരീസുകളിലും വരണം. അതേപോലെ തന്നെ Z Fold 8 പെന്ന് വരെയും വേണം. അതും പോരാണ്ട് പെൻ ഫീച്ചറുകളും തിരിച്ച് കൊണ്ടുവരണം. അത് നിർബന്ധപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ സാംസങ്ങിനോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ S27 Ultraക്കും പെന്ന് കൊണ്ടുവരാൻ വേണം. പെന്നിൻ്റെ ഫീച്ചേഴ്സ് നിർബന്ധമായിട്ടും ഉണ്ടാവാൻ വേണം. അതിൽ നിന്നും വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ആ പെന്നിന് നിർബന്ധമായിട്ടും വേണം എന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ളത്. സാംസങ്ങിനോട് നിങ്ങൾ കേട്ടേ പറ്റൂ. S25 സീരീസും S26 സീരീസും പെന്ന് കാരണത്താൽ അത്ര വലിയൊരു സംഭവം ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഓക്കെ, സോഫ്റ്റ്വെയർ സൈഡും നിങ്ങളെ പ്രിവസി സൈഡൊക്കെ ഓക്കെ, പക്ഷെ ആ കമ്പ് കൊടുത്തിട്ട് നിങ്ങൾക്ക് കമ്പിൻ്റെ ഫീച്ചർ ഇല്ല എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഡിസ്ഹോണസ്റ്റ് റിവ്യൂ എന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഇതെൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. എത്ര ആൾക്കാർ ഇതിനോട് യോജിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായത്തിൽ കമൻറ്റ് ചെയ്യാം. അഭിപ്രായം പറയുകയും ചെയ്യാം, നിങ്ങൾക്ക് കമൻറ്റും ചെയ്യാം. റെഡ്മിയുടെ 11S Pro എന്ന് പറയുന്ന ഫോണ് മെയ് 18 ചൈനയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇതൊരു ഗെയിമിംഗ് സെൻട്രിക് ഫോണും കൂടെയാണ്. സ്നാപ്ഡ്രാഗൻ്റെ 8 Elite Gen 5 ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. UFS ആണെങ്കിൽ 4.1 LPDDR5X റാം, 7500 mAh ബാറ്ററി, 80 watts ചാർജർ, അത് പോരാണ്ട് 6.8 ഇഞ്ചിൻ്റെ AMOLED സ്ക്രീൻ, അതും 144 Hz റിഫ്രഷ് റേറ്റ്, അതും LTPO ഡിസ്പ്ലേ. മെയ് 18 ലോഞ്ചിങ്. റെൻഡറും കാര്യങ്ങളും ഞാൻ ഇതിലിടുന്നുണ്ട്. ഗെയിം കളിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇതാ പോയിട്ട് ഈ ഒരു ഫോൺ ഓർഡർ ചെയ്യാം. ഇത് നൂണിൽ വരുന്നുണ്ടെങ്കിൽ ആസ് സൂൺ ആസ് പോസിബിൾ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റിയ ഒരു ഫോണും കൂടെയാണ്. ഇതൊരു ഗെയിമിംഗ് സെൻട്രിക് ഫോണാണ്. അത് പോരാണ്ട് ഇതിൻ്റെ ഉള്ളിലെ ഒരു വേപ്പർ ചേംബർ കൂളിംഗ് ലിക്വിഡ് ഉണ്ട്. അത് ബാക്ക് പാനലിൽ അവിടെ കാണാം. റെൻഡർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സത്യത്തിൽ അത് മനസ്സിലാവും അതൊരു ഗെയിമിംഗ് സെൻട്രിക് ഫോണും കൂടെയാണെന്നുള്ളത്. പിന്നെ സ്നാപ്ഡ്രാഗൻ്റെ 8 Elite Gen 5 ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. ഇത് പക്ക ഡിസൈനാണ്. റെഡ് മാജിക്കിൻ്റെ 11 Proൻ്റെ അതേ ഡിസൈൻ തന്നെയാണ് റെഡ് മാജിക്കിൻ്റെ 11S ഈ ഒരു പ്രോ എന്ന് പറയുന്ന ഈ ഒരു വേരിയൻറ്റിനും ഇറങ്ങാൻ പോകുന്നത്. മേടിക്കാൻ ആഗ്രഹമുണ്ടോ? ഗ്രാബ് ആസ് സൂൺ ആസ് പോസിബിൾ എന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് വീണ്ടും പറയാനുള്ളത്. ലെനോവോൻ്റെ ഒരു പുതിയൊരു സ്മാർട്ട് ഫോൺ ഇറങ്ങാൻ പോകുന്നുണ്ട്. ലിജിയൺ Y70 2026 എഡിഷൻ സ്മാർട്ട് ഫോണാണ് ഇറങ്ങാൻ പോകുന്നത്. ഡിസൈൻഡ് ബൈ മോട്ടറോളയാണ്. ഇതൊരു ഗെയിമിംഗ് സെൻട്രിക് ഫോണും കൂടെയാണെന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഇത് സ്നാപ്ഡ്രാഗൻ്റെ 8 Elite Gen 5 ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. UFS ആണെങ്കിൽ 4.1 LPDDR5X അൾട്രാ റാമാണ് ഇറങ്ങുന്നത്. 6.8 ഇഞ്ചിൻ്റെ OLED സ്ക്രീനും, അതും LTPO 144 Hz റിഫ്രഷ് റേറ്റ്, പിന്നെ ബൈപ്പാസ് ചാർജിങ്ങും കാര്യങ്ങളും ഒക്കെ ഇതിൽ വർക്ക് ചെയ്യും. 8000 mAh ബാറ്ററി,
ബാക്കപ്പ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. 90 വാട്ട്സിൻ്റെ ചാർജർ, 50 വാട്ട്സിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. പിന്നെ പോരാത്തതിന് ഏറ്റവും വലിയൊരു പ്രത്യേകതയും കൂടെ ഇതിൽ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 7000 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ഡിസ്പ്ലേ വെച്ചിട്ടാണ് ഈ ഒരു ഗെയിമിംഗ് ഫോണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് ഒരു ഗെയിമിംഗ് ഫോണ് അതും 7000 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് വെച്ചിട്ട് ഇറങ്ങുന്നത്. പക്ഷെ പിക്സൽ ഡിമ്മിങ്ങും കൂടെ ഇതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ പറയാനില്ല, ഇത് വേറൊരു ലെവല് ഫോണായിട്ട് മാറും. പക്ഷെ അവരിതിൽ പിക്സൽ ഡിമ്മിങ് അവരിതിൽ കൊടുത്തിട്ടില്ല എന്നുള്ളത് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഓർമ്മപ്പെടുത്തിയേ പറ്റൂ. പിന്നെ ഒരു 2 കാര്യങ്ങൾ അവരിതിൽ കൊണ്ടുവരാൻ മറന്നു എന്ന് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ PPS ടെക്നോളജി ചാർജർ, അത് പവർ സപ്ലൈ ചാർജിങ് അത് കൊടുത്തിട്ടില്ല. രണ്ടാമത് മറ്റേ നമ്മുടെ ഡിസ്പ്ലേ പോർട്ടും ഇതിൽ സപ്പോർട്ട് ചെയ്യൂല എന്നുള്ളൊരു കാര്യം എനിക്ക് നിങ്ങളുടെ അടുത്ത് ഓർമ്മപ്പെടുത്തിയേ പറ്റൂ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇതിൽ PD ചാർജിങ് സപ്പോർട്ട് ചെയ്യും. അതായത് നിങ്ങൾക്ക് ഈവൻ ലാപ്ടോപ്പ് വരെ ചാർജ് ചെയ്യുക ഈ ഒരു ഫോൺ വെച്ചിട്ട്. അതും 90 വാട്ട്സിൻ്റെ ചാർജർ വെച്ചിട്ടാണ് ഈ ഒരു ഫോൺ ഇറങ്ങുന്നതും. 50 വാട്ട്സ് വയർലെസ്സും സപ്പോർട്ട് ചെയ്യും. ഇനി ക്യാമറ മെഗാ പിക്സലിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ 50 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറയും 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും സെൽഫി ക്യാമറ 32 മെഗാ പിക്സൽ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ LTPO ആണെങ്കിൽ 144 ഹെർട്സ് റിഫ്രഷ് റേറ്റ്. ഗെയിം കളിക്കാൻ അനായാസമായിട്ട് നിങ്ങൾക്ക് ഗെയിം കളിക്കാം. അതും OLED ഡിസ്പ്ലേ. കളർ വൈബ്രൻസിൻ്റെ കാര്യത്തിൽ യാതൊരു രീതിയിൽ ഒരു തർക്കം വേണ്ട, അടിപൊളി ഫോണാണ്. റെൻഡർ ഞാൻ ഇതിലിടുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾക്ക് മേടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇറ്റ്സ് അപ് ടു യു, കമൻറ്റും ചെയ്യാം നിങ്ങൾക്ക്. പുതിയൊരു അപ്ഡേറ്റ് ഉണ്ട്. അതായത് അപ്ഡേറ്റ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അതായത് ഓപ്പോ, വിവോ, ഹോണർ വൈഡർ ഫോൾഡബിൾ സ്മാർട്ട് ഫോൺസുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് എന്നാണ് പറയണത്. നല്ലൊരു തീരുമാനമാണ്. ആദ്യം സാംസങ് ആണ് ഈ ഒരു പ്ലാൻ ഇട്ടത്. പക്ഷേ സാംസങ്ങിൻ്റെ മുന്നേ ഹുവാവി പ്യൂറ X-Max എന്ന് പറയുന്ന ഫോണ് വൈഡർ സ്മാർട്ട് ഫോൺ ഇറക്കി. അതിനുശേഷം ഇപ്പോൾ സാംസങ് ഇറക്കാൻ പോകുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ ഇപ്പോൾ ഓപ്പോ, ഹോണർ, വിവോ, അതേപോലെ മോട്ടറോളയും വരാൻ പോകുന്നുണ്ട് എന്നാണ് പറയണത്. ഇറങ്ങട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇറങ്ങിക്കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ ആയിരിക്കും, നല്ല ടഫർ കോമ്പറ്റീഷൻ ആയിരിക്കും. ഏത് ഫോണാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും ഭയങ്കര സംശയമാണ്. സംശയം തീർക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണാം. അതിൽ നിങ്ങൾക്ക് റെലവൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഫോൺ എടുക്കാൻ താല്പര്യപ്പെടുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഓർമ്മിപ്പിക്കാനുള്ളത്. ചാടി കയറിയിട്ട് കണ്ട നിങ്ങൾക്ക് പ്രൊമോട്ടർമാരെന്താ പറയുന്നത് അത് കയറി ചാടാണ്ട് നിങ്ങളെ തീരുമാനം എടുത്തിട്ട് ഫോൺ എടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഡിസിഷൻ എടുക്കുമ്പോൾ വളരെ വൈസായിട്ട് ഡിസിഷൻ എടുക്കുക. ഷിയോമിയുടെ 17T സീരീസ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. നമുക്കതിൻ്റെ സ്പെക്കിലേക്ക് നേരെ കിടക്കാം. അപ്പോൾ സ്പെക്ക് ഞാൻ പറയാൻ പോകുന്നത് ഷിയോമി 17Tൻ്റെ സ്പെക്കിലേക്ക് കിടക്കുമ്പോൾ ഇതൊരു 12 GB റാമും 256 GB സ്റ്റോറേജ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ 6.5 ഇഞ്ചിൻ്റെ AMOLED സ്ക്രീന്, 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ്, UFS ആണെങ്കിൽ 4.1, LPDDR5X റാം, പിന്നെ ഡിമെൻസിറ്റി 8500 അൾട്രാ ചിപ്സെറ്റ് ആണ് വരുന്നത്. 6500 mAh ബാറ്ററി, 1.5K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യും. കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലായല്ലോ. 67 വാട്ട്സ്. പിന്നെ 50 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറ, 50 മെഗാ പിക്സൽ ടെലിഫോട്ടോ ക്യാമറ. ആ ടെലിഫോട്ടോ ക്യാമറയിൽ തന്നെ നമുക്ക് 5X ഓപ്റ്റിക്കലി സൂം ചെയ്യും. ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. പിന്നെ 12 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, 32 മെഗാ പിക്സലിൻ്റെ സെൽഫി ഷൂട്ടർ ക്യാമറയാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇത് പുതിയ ചിപ്സെറ്റും കൂടെയാണ്, വളരെ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു ചിപ്സെറ്റും കൂടെയാണ്. ഡിമെൻസിറ്റി 8500 അൾട്ര എന്ന് പറയുന്ന ചിപ്സെറ്റ്. അപ്പോൾ ഇത് ഫസ്റ്റ് ഇറങ്ങാൻ പോകുന്നത് ഈ ചിപ്സെറ്റ് ഷിയോമി 17Tയിലായിരിക്കും. പിന്നെ അതിനുശേഷം ബാക്കിയുള്ള എല്ലാ ഫോണുകളിലും ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഡിമെൻസിറ്റി 8500 അൾട്രാ ചിപ്സെറ്റ് വരുന്ന ഫോണുകൾ ഏതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇടുന്നതാണ്. അതിന് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് എനിക്ക് നിർബന്ധമായിട്ട് വേണം. അതില്ലാണ്ടൊരു കാര്യം നടക്കില്ല. ഇനി 17T പ്രോയിലേക്ക് വരുമ്പോൾ ഇച്ചിരി മാറ്റമുണ്ട്. ഇത് 6.8 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് വരുന്നത്. അതും LTPO
OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 144 ഹെർട്സ് റിഫ്രഷ് റേറ്റ്, ഡിമെൻസിറ്റി 9500 ചിപ്സെറ്റ്, 7000 mAh ബാറ്ററി, 100 വാട്ട്സിൻ്റെ ചാർജറും. പ്രൈസും കാര്യങ്ങളും ഞാൻ അടിയിൽ മെൻഷൻ ചെയ്യാം. 12 GB റാമും 512 GB സ്റ്റോറേജും, 100 വാട്ട്സ് ചാർജർ, 50 വാട്ട്സ് വയർലെസ് ഇതിൽ വർക്ക് ചെയ്യും. പിന്നെ ഇതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകതയും കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 1.5K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. പക്ഷേ പിക്സൽ ഡിമ്മിങ് ഉണ്ട്. 3840 പിക്സൽ ഡിമ്മിങ് ആണ് വരുന്നത്. നിങ്ങൾ എക്സ്ട്രീം ലോ ലൈറ്റ് കണ്ടീഷൻസിൽ വീഡിയോ കണ്ടാലും കണ്ണിൽ നിന്ന് ഒരു ഇറ്റ് വെള്ളം വരില്ല. കാരണം അത്രക്കും പിക്സൽ ഡിമ്മിങ് ആണ് ഈ ഒരു ഫോണിന് കൊടുത്തിട്ടുള്ളത്. ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 മെഗാ പ്രൈമറി ക്യാമറ, 50 മെഗാ ടെലിഫോട്ടോ, അതിലും 5x ഓപ്റ്റിക്കൽ സൂം വരുന്നുണ്ട്. പിന്നെ 12 MB അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ വരുന്നുണ്ട്. പിന്നെ 32 MB സെൽഫി ഷൂട്ടറാണ് 17T പ്രോനും ഇറങ്ങാൻ പോകുന്നത്. ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 144 ഹെർട്സ് റിഫ്രഷ് റേറ്റ്, LTPO, പിന്നെ 1.5K വർക്ക് ചെയ്യും. പിന്നെ 3840 ഹെർട്സ് പിക്സൽ ഡിമ്മിങ് കൂടെ വന്നുകൊണ്ട് ഈ ഒരു ഫോൺ അബ്സല്യൂട്ട്ലി ഒരു ബാങ്ങറാണ് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. അടുത്തത് നമ്മുടെ റെഡ്മിൻ്റെ പുതിയ ഫോൺ വരുന്നുണ്ട്. റെഡ്മി 5 ടർബോ എന്ന് പറയുന്ന ഫോണാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യൻ മാർക്കറ്റിലാണ് ഇതിൻ്റെ ലോഞ്ചിങ്. ഇതൊരു റീബ്രാൻഡിങ്ങും കൂടെയാണ്. അതാണ് ഏറ്റവും വലിയൊരു സത്യം. ഇത് 6.5 ഇഞ്ചിൻ്റെ AMOLED സ്ക്രീൻ, ഫുൾ HD+ റെസൊല്യൂഷന്, 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ്, 7560 mAh ബാറ്ററി, 100 വാട്ട്സ് ചാർജർ, 50 മെഗാ പ്രൈമറി ക്യാമറ, 8 മെഗാ അൾട്രാ വൈഡ്, പിന്നെ 20 മെഗാ സെൽഫിയാണ് 2 ക്യാമറ ബാക്കിൽ വരുള്ളൂ. ഡിമെൻസിറ്റിൻ്റെ 8500 ചിപ്സെറ്റാണ് വരുന്നത്. UFS 4.1ഉം LPDDR5X റാമാണ് വരുന്നത്. അതും അൾട്ര ആണെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല, വേറെ ലെവലായിരിക്കും. പിന്നെ 256 GB, പിന്നെ 12 GB റാം. ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും കൂടെ പറയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പിക്സൽ ഡിമ്മിങ് ആണ്. അത് ഞാൻ വീണ്ടും പറയാണ്. 3840 ഹെർട്സ് പിക്സൽ ഡിമ്മിങ് ആണ് ഈ ഒരു ഫോണിന് വരുന്നത്. ഇതൊരു കിടുക്കാച്ചി പ്രോസ്പെക്റ്റ് ഫോണും കൂടെയാണ്. ഇത് ചൈനയിൽ ഓൾറെഡി ഇത് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇന്ത്യയിലും ഇത് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. റെഡ്മി 5 ടർബോ എന്ന് പറയുന്ന ഈ ഒരു ഫോണ്. റെൻഡറും കാര്യങ്ങളും ഞാൻ ഇതിലിടാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇത് മേടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ മേടിക്കാം എന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഫോണ് ഒരു രക്ഷയില്ലാത്തൊരു ഫോണും കൂടെയാണ് പറയാനുള്ളത്. ലാസ്റ്റത്തെ ടെക് ന്യൂസിലേക്ക് എടുക്കാം. ലാസ്റ്റത്തെ ടെക് ന്യൂസ് പറയാൻ പോകുന്നത് ഷിയോമി ഒരു ഗെയിമിംഗ് മോണിറ്റർ UK-യിലും പല സ്ഥലങ്ങളിലും ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇതൊരു അഫോർഡബിൾ റേഞ്ചിലുള്ള ഒരു ഗെയിമിംഗ് മോണിറ്ററും കൂടെ. ഇത് വൈഡ് ക്വാഡ് HD റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു 34 ഇഞ്ചിൻ്റെ ഒരു ഗെയിമിംഗ് മോണിറ്ററാണ് ഇറങ്ങാൻ പോകുന്നത്. അതും കേർവ് സ്ക്രീനാണ് വരുന്നത്. 21:9 ആസ്പെക്ട് റേഷ്യോ വൈഡർ ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് മോണിറ്ററാണ് ഇറങ്ങുന്നത്. പിന്നെ 180 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഒക്കെ വെച്ചിട്ട് ഇറങ്ങുന്ന ഒരു ഗെയിമിംഗ് മോണിറ്ററും കൂടെയാണ്. പിന്നെ AMD ഫ്രീ സിങ്ക് വരെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് HDMI ആണെങ്കിൽ 2.1 ആണ്. പിന്നെ 2 ഡിസ്പ്ലേ പോർട്ടുകൾ വരെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കിയുള്ള ഡീറ്റെയിലുകൾ ഞാനിപ്പോൾ പറയാം നിങ്ങളുടെ അടുത്ത്. ബാക്കിയൊക്കെ ഞാനിതിൽ പറഞ്ഞു കഴിഞ്ഞു. ഇതിലൊരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ TÜVൻ്റെ റെനലൈഡ് എന്ന് പറയുന്ന ജർമ്മൻ സർട്ടിഫിക്കേഷൻ ഇതിൽ വരുന്നുണ്ട്. ആ സർട്ടിഫിക്കേഷൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബ്ലൂറേസും ലൈറ്റ്സുകൾ അവർ അവോയ്ഡ് ചെയ്തിട്ടായിരിക്കും ആ സർട്ടിഫിക്കേഷൻ വരിക. അതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഇറിറ്റേഷൻസും കാര്യങ്ങളും ഒന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ് പരമസത്യം. രമണികളെ പിന്നെ പ്രൈസ് വരുന്നത് 259 പൗണ്ട്സിലാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇത് കുറച്ച് രാജ്യങ്ങളിൽ ഈ ഒരു ഗെയിമിംഗ് മോണിറ്റർ വരുന്നുണ്ട്. ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കർവ് മോണിറ്ററാണ്. 21:9 ആസ്പെക്ട് റേഷ്യോയിൽ വരുന്ന ഒരു ഗെയിമിംഗ് മോണിറ്ററും അതും 180 ഹെർട്സ് റിഫ്രഷ് റേറ്റ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. പിന്നെ HDMI ആണെങ്കിൽ
2.1 ആയിരിക്കും വരിക. പിന്നെ 2 ഡിസ്പ്ലേ പോർട്ടുകളും വരുന്നുണ്ട്. ഹെവി മെഷീൻസ് വരെ നമുക്കിത് വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾക്ക് ഈ ഒരു ഗെയിമിംഗ് മോണിറ്റർ മേടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മേടിക്കാം. പക്ഷെ ഇത് ഡുവലപ്പ് അല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വാല്യൂ ഫോർ മണി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് എന്നുള്ളതാണ് എൻ്റെ ഉത്തരം. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു പറഞ്ഞ സെഷൻസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അത് പോരാണ്ട് ഞാൻ വീണ്ടും പറയണം, നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് കമൻറ്റ് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്യണം. പിന്നെ ഒരു ആൾ ചിലപ്പോൾ നാളെ വരും എൻ്റെ കയ്യിലേക്ക്. അയാൾ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ ഈസി ആകും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അയാൾ വരട്ടെ, അത് ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യണമെന്നുണ്ട്. പക്ഷേ എനിക്കൊരു ആരുമില്ല എൻ്റെ കൂടെ ഈ ഒരു വീഡിയോ എടുക്കാനോ ആ സാധനം കാണിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആരെങ്കിലും വേണമല്ലോ. അതില്ലാത്തതുകൊണ്ട് ഞാൻ മാനുവലായിട്ട് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഫൂട്ടേജും കാര്യങ്ങളും ഞാൻ കുറച്ചും കൂടെ അതെടുത്തിട്ട് കാണിച്ചു തരാമെന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോസിന് വേണ്ടി വീണ്ടും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഷെയർ ചെയ്യുക. അതുവരെക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വലിയൊരു ഗുഡ് ബൈ.